സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ സെഷനിൽ റിഡോക്സ് റിയാക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഓക്സിഡേഷൻ, അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഈ പറയുന്ന എലമെന്റുകളെ നമുക്ക് ഏതിന് ഓക്സിഡേഷൻ നടന്നു, ഏതിന് റിഡക്ഷൻ നടന്നു, അത് റിഡോക്സ് റിയാക്ഷൻ ആണോ എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന റിഡോക്സ് റിയാക്ഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിനെ കുറിച്ചാണ്. ദാറ്റ് ഈസ് വാട്ട് യു കോൾ ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ, എങ്ങനെയാണ് റിഡോക്സ് റിയാക്ഷനെ ബാലൻസ് ചെയ്യുക? ഇപ്പൊ രണ്ട് മെത്തേഡ്സ് ആണ് നമ്മൾ റിഡോക്സ് റിയാക്ഷനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. ഒന്ന് നമ്മുടെ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡും മറ്റൊന്ന് ഹാഫ് റിയാക്ഷൻ മെത്തേഡും. ഇപ്പൊ നമ്മൾ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുക ഹാഫ് റിയാക്ഷൻ മെത്തേഡ് എന്നുള്ളതാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നോർമലി ഒരു റിയാക്ഷനെ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്നുള്ളത് മാത്രമാണ് ഉപയോഗിക്കുക. നമുക്കറിയാം റിയാക്റ്റൻസിന്റെ ടോട്ടൽ മാസും പ്രോഡക്റ്റിന്റെ ടോട്ടൽ മാസും സെയിം ആയിരിക്കണം. ഇതാണ് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുക. അതിന് നമ്മൾ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ റിയാക്റ്റന്റ് സൈഡ് ആൻഡ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ പ്രോഡക്റ്റ് സൈഡ്, ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യും? ഇക്വേറ്റ് ചെയ്യും. അപ്പോ നമ്മൾ വെറുതെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക? ഈ പറഞ്ഞതുപോലെ നോർമലി ഒരു റിയാക്ഷനെ ബാലൻസ് ചെയ്യുക. പക്ഷേ നമ്മളൊരു റിഡോക്സ് റിയാക്ഷനിലേക്ക് വരുമ്പോ റിഡോക്സ് റിയാക്ഷൻസിന്റെ ബാലൻസിംഗിൽ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇവിടെ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ചാർജ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് ആറ്റംസും ബാലൻസ് ചെയ്യണം, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഈ പറഞ്ഞതുപോലെ ചാർജും ബാലൻസ് ചെയ്യണം. അതിനാണ് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോ നമ്മൾ എങ്ങനെയാണ് ഒരു റിഡോക്സ് റിയാക്ഷനെ ബാലൻസ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന സ്റ്റെപ്പുകൾ അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന റിയാക്ഷനിൽ, റിഡോക്സ് റിയാക്ഷനിൽ ഏതിന് ഓക്സിഡേഷൻ ഏതിന് റിഡക്ഷൻ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞതുപോലെ ഓരോ എലമെന്റുകളുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. ഈ റിയാക്ഷൻ MnO4 മൈനസ് SO2 ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് വി ഗെറ്റ് വാട്ട്? Mn2+ ഉണ്ടാവും, അതുപോലെ തന്നെ HSO4 മൈനസ് ഉണ്ടാവും. ദിസ് ഇസ് വാട്ട് യു കോൾ ദ റിയാക്ഷൻസ്. നമ്മൾ ചെയ്യാൻ പോവുക ഓരോ എലമെന്റുകളുടെയും ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഓക്സിജൻ എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്, അല്ലെ? ഓക്സിജൻ -2 ആണ്. അപ്പോ നമുക്കറിയാം മാംഗനീസ് നമ്മൾ X എടുത്താൽ X -8 is equal to -1 എന്ന് വരും, അല്ലെങ്കിൽ X is equal to എന്ത് വരും? +7 എന്ന് വരും. നമുക്ക് പറയാം മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +7. ദെൻ SO2 ഓക്സിജൻ എത്രയാ വരിക? -2. അപ്പൊ -4 ഓവറോൾ 0 വരണമെങ്കിൽ സൾഫർ എത്രയായിരിക്കും വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു +4. Mn2+ അയോൺ ആണ്, സോ ചാർജ് തന്നെയാണെന്ന് വരിക, ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരിക. സോ ദിസ് ഇസ് വാട്ട് യു കോൾ +2. HSO4- എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ +1 ആണ്, ഓക്സിജൻ -2 ആണ്. ഇപ്പൊ സൾഫർ നമ്മൾ X എടുക്കുകയാണെങ്കിൽ X +1 -8 is equal to ഓവറോൾ ചാർജ് എത്രയാണ്? -1. ഓർ X is equal to നമ്മൾ പറയുമ്പോൾ എത്രയാണ്? -7 + 7 that is equal to +6 എന്ന് വരും, അല്ലെ? അപ്പോ നമ്മൾ ഓരോ എലമെന്റുകളുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. ദിസ് ഇസ് വാട്ട് യു കോൾ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞതുപോലെ ഏതിന് ഓക്സിഡേഷൻ ഏതിന് റിഡക്ഷൻ എന്നുള്ളത് അനലൈസ് ചെയ്യുക. അതായത് ഓക്സിഡേഷൻ നമ്പർ കൂടുന്നത് ഓക്സിഡേഷൻ, ഓക്സിഡേഷൻ നമ്പർ കുറയുന്നത് റിഡക്ഷൻ. നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാംഗനീസ് +7 നിന്ന് എന്തായിട്ട് മാറുന്നു? +2 ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ കുറയുകയാണ് ചെയ്യുക. ഓർ നമ്മൾ പറയും MnO4 മൈനസിന് സംഭവിച്ചത് എന്താണ്? ഇറ്റ് ഈസ് വാട്ട് യു കോൾ റിഡക്ഷൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞു വെക്കും. ഓക്കെ, ഇനി SO2 നിന്ന് HSO4 വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 നിന്ന് +6 മാറി എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ കൂടി. ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന ഈ ഫിനോമിനൻ, അതായത് SO2 എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഈ റിയാക്ഷനിൽ നമ്മൾ പറയും എന്താണ്? ഇറ്റ് അണ്ടർഗോ ഓക്സിഡേഷൻ എന്ന് നമ്മൾ പറഞ്ഞു വെക്കും. ക്ലിയർ? അപ്പൊ ഏത് ഓക്സിഡേഷൻ ഏത് റിയാക്ഷൻ ഏത് റിഡക്ഷൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ചെയ്യുക ഈ രണ്ട് റിയാക്ഷനെയും, അതായത് ഈ ഒറ്റ റിയാക്ഷൻ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതായത് ഓക്സിഡേഷൻ ഹാഫ് സെൽ എന്നും അതുപോലെ റിഡക്ഷൻ ഹാഫ് സെൽ എന്നും. അത് ഏതിനാണോ ഓക്സിഡേഷൻ നടന്നത് അത് ഓക്സിഡേഷൻ ഹാഫ് സെല്ല്, എങ്ങനെയാണോ റിഡക്ഷൻ നടന്നത് റിഡക്ഷൻ ഹാഫ് സെൽ. അപ്പൊ നമ്മൾ ഓക്സിഡേഷൻ ഹാഫ് സെൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും Mn
അല്ല സോറി, ഓക്സിഡേഷൻ ഹാഫ് എഴുതുകയാണെന്ന് നമ്മൾ പറയും SO2 എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? HSO4- ആയിട്ട് മാറും. ഓക്കെ, ഇനി റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ എഴുതുകയാണ് നമ്മൾ പറയുന്നത് MnO4- എന്നുള്ളത് എന്തായിട്ട് മാറുന്നു? Mn2+ ആയിട്ട് മാറും. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇനി നമ്മൾ ചെയ്യുക, ഈ രണ്ട് റിയാക്ഷനെയും നമ്മൾ ഇൻഡിവിജ്വലി ബാലൻസ് ചെയ്യാൻ പോവാം. അപ്പൊ രണ്ട് റിയാക്ഷനെ എങ്ങനെ നമുക്ക് ഇൻഡിവിജ്വലി ബാലൻസ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആറ്റങ്ങളുടെ എണ്ണം ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ചാർജ് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. ആറ്റങ്ങളുടെ എണ്ണം നമ്മൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുക എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. ആദ്യം ഓക്സിജനും ഹൈഡ്രജനും ഒഴിച്ച് ബാക്കിയുള്ള ആറ്റങ്ങളുടെ എണ്ണം ബാലൻസ് ചെയ്യുക. ഓക്സിജനും ഹൈഡ്രജനും ഒഴിച്ച് ബാക്കിയുള്ള ആറ്റങ്ങളുടെ എണ്ണം ബാലൻസ് ചെയ്യുക. അതായത് ഇവിടെ ഇപ്പോ ഓക്സിജനും ഹൈഡ്രജനും ഒഴിച്ചാൽ ബാക്കിയുള്ള ആറ്റം എന്ന് പറയുന്നത് ഫസ്റ്റ് റിയാക്ഷനിൽ ഏത് മാത്രമേ ഉള്ളൂ? സൾഫർ. സോ ഇവിടെ നമ്മൾ പറയും ഒരു സൾഫർ ആറ്റം ഉണ്ട്, ഇവിടെയും എത്രയാണ്? ഒരു സൾഫർ ആറ്റമാണ്. സോ ആറ്റങ്ങളുടെ എണ്ണം, സൾഫർ ആറ്റങ്ങളുടെ എണ്ണം ബാലൻസ്ഡ് ആണ്. ഇനി നമ്മൾ ഓക്സിജന്റെയോ ഹൈഡ്രജന്റെയോ എണ്ണം എങ്ങനെയാണ് ബാലൻസ് ചെയ്യാന്ന് ചോദിച്ചാൽ ദാറ്റ് ബേസ്ഡ് ഓൺ ദ മീഡിയം ആണ്. നമ്മൾ ആദ്യം പറഞ്ഞു വെക്കുക അസിഡിക് മീഡിയത്തിൽ എങ്ങനെ ബാലൻസ് ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞു വെക്കുക. സോ നമ്മുടെ മീഡിയം അസിഡിക് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈഡ്രജന്റെ എണ്ണം ബാലൻസ് ചെയ്യാനായിട്ട് H+ ആഡ് ചെയ്യും. ഓക്സിജന്റെ എണ്ണം ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ വാട്ടർ ആഡ് ചെയ്യും. ക്ലിയർ? ഇതാണ് നമ്മൾ അസിഡിക് മീഡിയത്തില് ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും എണ്ണം ബാലൻസ് ചെയ്യുക. അതായത് H+ഉം വാട്ടറും ആഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും എണ്ണം ബാലൻസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഓക്സിജന്റെ എണ്ണം. ദാ ഇവിടെ എത്ര ഓക്സിജൻ ആറ്റങ്ങളുണ്ട്? 2 എണ്ണം. ഇവിടെ എത്ര ഓക്സിജൻ ആറ്റങ്ങളുണ്ട്? 4 എണ്ണം. അപ്പോ ഓക്സിജൻ എവിടെയാണോ കുറവുള്ളത് അവിടെ നമ്മൾ എന്ത് ചെയ്യുക? വാട്ടർ ആഡ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ 2 വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്തു. അപ്പൊ ഓക്സിജന്റെ എണ്ണം ബാലൻസ്ഡ് ആയി. പക്ഷെ അപ്പോ ഹൈഡ്രജന്റെ എണ്ണം വ്യത്യാസം വന്നു അല്ലെ? അതായത് ഇവിടെ 4 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ നമുക്ക് 1 ഹൈഡ്രജനേ ഉള്ളൂ. അപ്പോ ഹൈഡ്രജൻ എണ്ണം ബാലൻസ് നമ്മൾ എന്താ ചെയ്യുക? H+ ആഡ് ചെയ്യുക. സോ നമ്മള് ഇവിടെ 4 ഹൈഡ്രജൻ, ഇവിടെ 1 ഹൈഡ്രജൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 3 H+ കൂടി നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ഫസ്റ്റ് റിയാക്ഷനിലെ ആറ്റങ്ങളുടെ എണ്ണം ബാലൻസ്ഡ് ആയി എന്ന് നമുക്ക് പറയാം. ഫൈൻ. അപ്പോ ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞു. അതായത് ആ ഫസ്റ്റ് റിയാക്ഷനിലെ ആറ്റങ്ങളുടെ എണ്ണം ഇപ്പൊ ബാലൻസ്ഡ് ആയി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചാർജ് ബാലൻസ് ചെയ്യണം. നമ്മൾ ചാർജ് ബാലൻസ് ചെയ്യാനായിട്ട് ചെയ്തത് ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് എവിടെയാണോ ചാർജ്, അതായത് നെഗറ്റീവ് ചാർജ് കുറവുള്ളത്, അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യും. അതായത് നിങ്ങൾ നോക്കിയേ, ഇവിടെ റിയാക്ടൻ സൈഡില് ഈ പറഞ്ഞ പോലെ H2O-യും SO2-വും രണ്ടും ചാർജ്ലെസ് ആണ്. അതായത് ചാർജിന്റെ വാല്യൂ എത്രയാണ്? 0. ഇനി ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ 3 പോസിറ്റീവ് ചാർജും ഉണ്ട്, 1 മൈനസ് ചാർജും ഉണ്ട് അല്ലെ? മൊത്തം ചാർജിന്റെ വാല്യൂ എത്രയാണ്? 3+ അല്ലെ? സോറി, 3+ അല്ല, 2+ അല്ലെ? 2 പോസിറ്റീവ് ചാർജ് ഇവിടെയുണ്ട്. അപ്പോ ഇവിടെയും ചാർജ് സേവ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് ചാർജ് കൂട്ടാൻ പറ്റും, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ രണ്ടും ഈക്വൽ ആക്കണമെങ്കിൽ നമ്മൾ ഈ 2 പോസിറ്റീവ് ചാർജിനെ എത്രയാക്കി മാറ്റണം? 0 ആക്കി മാറ്റണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? 2 ഇലക്ട്രോണിനെ കൂടി ആഡ് ചെയ്യണം. ക്ലിയർ ആണോ ഈ പറഞ്ഞത്? സോ ദിസ് ഇസ് വാട്ട് യു കോൾ ദ ഫസ്റ്റ് ഹാഫ് റിയാക്ഷന്റെ ബാലൻസിങ് എന്ന് പറഞ്ഞു വയ്ക്കുക. ഓക്കെ, ഇനി ഇതേ കാര്യങ്ങൾ തന്നെ നമ്മൾ ഇവിടെയും ചെയ്യാം. അതായത് വീണ്ടും ഇതുപോലെ തന്നെ ആദ്യം ആറ്റങ്ങളുടെ എണ്ണം ബാലൻസ് ചെയ്യാം, ചാർജ് ബാലൻസ് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താ? ഓക്സിജനും ഹൈഡ്രജനും ഒഴിച്ച് ബാക്കിയുള്ള ആറ്റങ്ങൾ, രണ്ടും മാംഗനീസ് ആണ് അല്ലെ? ഓരോ മാംഗനീസ് വീതമേ ഉള്ളൂ. സോ ആറ്റങ്ങളുടെ എണ്ണം ബാലൻസ്ഡ് ആണ്. ഇനി നമ്മൾ ഓക്സിജൻ എണ്ണം ബാലൻസ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്, ഇവിടെ ഓരോ ഓക്സിജൻ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 4 വാട്ടർ മോളിക്യൂള് നമ്മൾ ആഡ് ചെയ്യും അല്ലെ? അപ്പോ ഹൈഡ്രജൻ ഇവിടെ 4 × 2, അതായത് 8 ഹൈഡ്രജൻ ആറ്റം വന്നു. ഇവിടെ ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? യു ഹാവ് ടു ആഡ് 8H+. ഇനി നമ്മൾ ചാർജ് നോക്കുക. ഇവിടുത്തെ ചാർജ് എത്രയാ വരിക? റിയാക്ടൻ സൈഡില് 8 പോസിറ്റീവ് ചാർജ്, 1 മൈനസ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 പോസിറ്റീവ് ചാർജ് അല്ലേ ഉള്ളത്? 7 പോസിറ്റീവ് ചാർജ് ഇവിടെയുണ്ട്.
പ്രോഡക്റ്റ് സൈഡിൽ നമുക്ക് പറയാൻ പറ്റും രണ്ട് പോസിറ്റീവ് ചാർജേ ഉള്ളൂ അല്ലെ, വാട്ടർ ന്യൂട്രലാണ്. ഇപ്പൊ നമ്മള് പോസിറ്റീവ് ചാർജ് ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ കുറയുകയാണ് ചെയ്യുക. അപ്പൊ അത് ഈക്വൽ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 7 പോസിറ്റീവ് ചാർജിനെ 2 പോസിറ്റീവ് ചാർജ് ആക്കി മാറ്റാം. അതിന് നമ്മൾ എത്ര ഇലക്ട്രോൺ കൂടി ആഡ് ചെയ്യണം, 5 ഇലക്ട്രോൺ. ഓക്കെ അല്ലെ? അപ്പൊ 5 ഇലക്ട്രോൺ ആഡ് ചെയ്തപ്പോ ഇവിടെ നമ്മൾ പറയും എത്രയാണ്, ദാറ്റ് ഈസ് ഇവിടെ ഈ പറഞ്ഞതുപോലെ വി ഹാവ് 2 പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെയും എത്രയാണ്, 2 പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ചാർജ് എന്തായിട്ട് മാറി, ഈക്വൽ ആയി. അപ്പോ ഈ 2 റിയാക്ഷൻ നമ്മൾ പറയും ഇൻഡിവിജ്വലി ഇപ്പൊ എന്താണ്, ബാലൻസ്ഡ് ആണ്. അപ്പൊ ആദ്യം ആറ്റങ്ങളുടെ എണ്ണം ബാലൻസ് ചെയ്യുക, അതിലാദ്യം ഓക്സിജനും ഹൈഡ്രജനും ഒഴിച്ച് ബാക്കിയുള്ള ആറ്റങ്ങളുടെ എണ്ണം ബാലൻസ് ചെയ്യുക. ഓക്സിജനും ഹൈഡ്രജനും ബാലൻസ് ചെയ്യാൻ നമ്മൾ അസിഡിക് മീഡിയത്തിൽ എന്താ ആഡ് ചെയ്യുക, H+ വാട്ടറും ആഡ് ചെയ്യുക. ദെൻ നമ്മൾ ചാർജ് ബാലൻസ് ചെയ്യുക, ചാർജ് ബാലൻസ് ചെയ്യാൻ ഇലക്ട്രോൺ ആഡ് ചെയ്യുക. അപ്പൊ അങ്ങനെ 2 റിയാക്ഷൻസ് ഇപ്പൊ ഇൻഡിവിജ്വലി ബാലൻസ്ഡ് ആണ് അല്ലെ. ഇനി നമുക്ക് വേണ്ടത് ഈ 2 റിയാക്ഷൻസിനെ പരസ്പരം നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ ഓർക്കേണ്ട കാര്യം, നമ്മൾ 2 റിയാക്ഷനെ പരസ്പരം ആഡ് ചെയ്യുമ്പോൾ ഈ രണ്ടിടത്തും ഇൻവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ അത് സെയിം ആക്കിയിട്ട് വേണം നമ്മൾ ആഡ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മളിവിടെ പറയും ഫസ്റ്റ് റിയാക്ഷനിൽ 2 ഇലക്ട്രോൺസ് ആണ് ഇൻവോൾവ് ചെയ്യുക, സെക്കൻഡ് റിയാക്ഷനിൽ 5 ഇലക്ട്രോൺസ് ആണ് ഇൻവോൾവ് ചെയ്യുക. അത് ഈക്വൽ ആക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഫസ്റ്റ് റിയാക്ഷനെ നമ്മളൊരു 5 വെച്ചിട്ട് ഓവറോൾ മൾട്ടിപ്ലൈ ചെയ്യുക, സെക്കൻഡ് റിയാക്ഷനെ എന്ത് ചെയ്യുക 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നോർമലി ഇവിടുത്തെ 10 ഇലക്ട്രോണും ഇവിടുത്തെ 10 ഇലക്ട്രോണും എന്ത് ചെയ്യും, ഇറ്റ് ഗെറ്റ്സ് ക്യാൻസൽ. ഒരെണ്ണം റിയാക്ടൻസ് സൈഡിലും ഒരെണ്ണം പ്രോഡക്റ്റ് സൈഡിലുമാണ് എന്നുള്ളത് കൊണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള കമ്പോണന്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 5 SO2 ഉണ്ട് അല്ലെ, 5 SO2. ഇനി ഇവിടെ 10 വാട്ടർ മോളിക്യൂൾ ഉണ്ട്, ഇവിടെ 8 വാട്ടർ മോളിക്യൂൾ ഉണ്ട്. അപ്പൊ ഈ 10 വാട്ടർ മോളിക്യൂളും 8 വാട്ടർ മോളിക്യൂളും കട്ട് ചെയ്താൽ നമ്മൾ പറയും ഇവിടെ, അതായത് പ്രോഡക്റ്റ് സൈഡിൽ എത്ര വാട്ടർ മോളിക്യൂൾ ഉണ്ടാവും, വി ഹാവ് 2 H2. ക്ലിയർ? ഇനി നമ്മൾ H+ നോക്കുവാണെങ്കിൽ ഇവിടെ 3 15 H+ ഉണ്ട്, ഇവിടെ N2 16 H+ ഉണ്ട്. അപ്പോ 15 H+, here we have 16 H+. അപ്പൊ എത്രയാ ഉണ്ടാവുക, 1 H+ ഇവിടെ വെച്ച് ഉണ്ടാവും. ക്ലിയർ? 16 അവിടെ 15. ഓക്കെ ആണോ? ഇനി പിന്നെയുള്ള എന്തൊക്കെയാണ്, അപ്പൊ നമ്മൾ SO2 എഴുതി, ദെൻ വാട്ടർ എഴുതി, H+ എഴുതി, ഇലക്ട്രോൺ കട്ടായി പോയി. പിന്നെയുള്ളത് MnO4-. MnO4- എത്രയാ ഉണ്ടാവുക, ദാറ്റ് ഈസ് 2 MnO4- gives നമ്മൾ പറയും എത്രയാണ്, 2 Mn2 പ്ലസ് എത്ര HSO4- ഉണ്ടാവുക, 5 HSO4-. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? ഓക്കെ ആണോ? സോ ഇതാണ് നമ്മൾ എന്ത് പറഞ്ഞു വെക്കുക, വി കോൾ ഇറ്റ് ആസ് ദ ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞു വെക്കുക. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഓരോ റിയാക്ഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, ദെൻ ആ റിയാക്ഷൻസിനെ ഇൻഡിവിജ്വലി ബാലൻസ് ചെയ്യുക, ദെൻ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സെയിം ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പോ ഈ പറഞ്ഞതുപോലെ 10 വാട്ടർ മോളിക്യൂൾ ഉണ്ട്, ഇവിടെ നമ്മൾ പറഞ്ഞു 8 വാട്ടർ മോളിക്യൂൾ ഉണ്ട്. സോ ഇക്വേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു, രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് യു ജസ്റ്റ് റൈറ്റ് ആസ് വാട്ട് 2 വാട്ടർ മോളിക്യൂൾ. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു എത്രയാണ്, വി ഹാവ് 15 H+ ഉണ്ട്, ഇവിടെ എത്രയാണ്, N2 16 H+ ഉണ്ട് അല്ലെ. സോ എത്ര വരും, 15 16 എത്രയാണ്, 1 H+ ions. സോ ദിസ് ഇസ് വാട്ട് വി കോൾ ദ ബാലൻസ്ഡ് ഇക്വേഷൻ. നമ്മൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, അസിഡിക് മീഡിയത്തില് ഒരു റിയാക്ഷനെ ബാലൻസ് ചെയ്യുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കുവാണ്, ദാറ്റ് ഈസ് ഈ പറഞ്ഞതുപോലെ ബാലൻസിങ്. ഞാൻ പറഞ്ഞു ബാലൻസിങ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം ചെയ്ത് നോക്കണം, എന്നാലാണ് നിങ്ങൾക്ക് ക്ലിയർ ആവുക. ദെൻ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. അസിഡിക് മീഡിയത്തിൽ തന്നെയുള്ള മറ്റൊരു ബാലൻസിങ്, അതായത് H2O2 Fe2+ഉമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് Fe3+ഉം അതുപോലെ തന്നെ H2O ഉണ്ടാകുന്ന റിയാക്ഷൻ. ഇവിടെയും നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്, ഫസ്റ്റ് ചെയ്യുന്ന മെത്തഡോളജി എന്തായിരിക്കും, എല്ലാ എലമെന്റുകളുടെയും ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ പറയും എങ്ങനെയാ ബാലൻസ്, എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക, സിംപ്ലി ആ റിയാക്ഷൻ ആദ്യം എഴുതുക, ദാറ്റ് ഈസ് H2O2 എന്നുള്ളതില് നമുക്കറിയാം ഓക്സിജൻ ഇവിടെ പെറോക്സൈഡ് ആയതുകൊണ്ട് എത്രയാണ് വരിക, -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഹൈഡ്രജൻ എന്തായിരിക്കും വരിക, +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇനി
Fe2+ എന്ന് പറയുന്നൊരു ചാർജ് തന്നെയാണ് എന്ത് വരിക, അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരിക. ദാറ്റ് ഈസ് ഇൻ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി ഇത് Fe3+ ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3+ ആണ് ഇവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. H2O എന്നുള്ളതിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്, ഓക്സിജൻ -2 ആണ്, ഹൈഡ്രജൻ എത്രയാണ്, +1 ആണ്. സോ ഇതാണ് നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതിനാണ് ഓക്സിഡേഷൻ, ഏതിനാണ് റിഡക്ഷൻ പറയൂ. അതായത് Fe2+ Fe3+ മാറുന്നു, ദാറ്റ് ഈസ് വാട്ട് യു കോൾ ഓക്സിഡേഷൻ. ഇനി H2O2 അതായത് ഓക്സിജൻ -1 നിന്ന് -2 മാറും, ദാറ്റ് ഈസ് വാട്ട് യു കോൾ റിഡക്ഷൻ. ഇപ്പൊ നമ്മൾ ഈ രണ്ട് റിയാക്ഷൻസ് സെപ്പറേറ്റ് ചെയ്ത് എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും Fe2+ എന്ന് പറയുന്നത് എത്രയായിട്ട് മാറുന്നു, Fe3+ ആയിട്ട് മാറുന്നു. ദിസ് ഇസ് ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ. റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ ആണ് H2O2 എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു, H2O ആയിട്ട് മാറുന്നു. ദാറ്റ് ഈസ് റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ. ഇനി നമ്മൾ ചെയ്യുക ബാലൻസിങ്. ആദ്യം ഓക്സിജനും ഹൈഡ്രജനും ഒഴിച്ച് ബാക്കിയുള്ള ആറ്റങ്ങൾ ബാലൻസ് ചെയ്യുക. സോ ഇവിടെ ഫസ്റ്റ് റിയാക്ഷൻ എടുത്താൽ ബാക്കിയുള്ള ആറ്റങ്ങൾ ഓൾറെഡി ബാലൻസ്ഡ് ആണ്, ചാർജ് ഡിഫറന്റ് ആണ്, പക്ഷെ ആറ്റങ്ങളുടെ എണ്ണം ബാലൻസ്ഡ് ആണ്. ഇവിടെ ഓക്സിജനും ഹൈഡ്രജനും ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചെയ്യേണ്ടത് ചാർജ് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇവിടെ 3+, ഇവിടെ 2+. നമ്മൾ എന്ത് ചെയ്യും, ബൈ ആഡിങ് ഇലക്ട്രോൺ നമ്മൾ എന്ത് ചെയ്യുന്നു, പോസിറ്റീവ് ചാർജുകൾ തമ്മിൽ ഈക്വലൈസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ അവിടെ +1 ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നു. അപ്പൊ പ്രോഡക്റ്റ് സൈഡിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാണ് വരിക, 3-1 എത്രയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു +2. ഇവിടെ റിയാക്ടന്റ് സൈഡിലും എത്രയാണ്, +2. സോ ദിസ് റിയാക്ഷൻ ഈസ് ബാലൻസ്ഡ്. ഇനി രണ്ടാമത്തെ റിയാക്ഷൻ നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ആദ്യം ആറ്റങ്ങളുടെ എണ്ണം ഓക്സിജനും ഹൈഡ്രജനും ഒഴിച്ച്, ഇവിടെ ഓക്സിജനും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഓക്സിജന്റെ എണ്ണം ഇവിടെ 2 ഓക്സിജൻ, ഇവിടെ 1 ഓക്സിജൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വാട്ടർ മോളിക്യൂൾ കൂടി ആഡ് ചെയ്യുക, ഒരു ഓക്സിജൻ കൂടി എക്സ്ട്രാ ആഡ് ചെയ്യുക. അപ്പോ ഇവിടെ 2 4 ഹൈഡ്രജൻ ആയി, ഇവിടെ 2 ഹൈഡ്രജനേ ഉള്ളൂ. സോ യു ഹാവ് ടു ആഡ് വാട്ട്, 2H+ അയോൺസ്. എന്തുകൊണ്ടാ, ആസിഡിക് മീഡിയം ആണ് എന്നുള്ളത് അല്ലെ. അപ്പോ ഇവിടെ 4 ഹൈഡ്രജൻ, ഇവിടെയും എത്രയാണ്, 4 ഹൈഡ്രജൻ. ഇവിടെ എത്രയാണ്, 2 ഓക്സിജൻ, ഇവിടെയും എത്രയാണ്, 2 ഓക്സിജൻ. സോ ആറ്റങ്ങളുടെ എണ്ണം ബാലൻസ്ഡ് ആണ്. ഇനി ചാർജ് ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ പറയും ഇവിടെ എത്ര ചാർജ് ഉണ്ട്, 2 പോസിറ്റീവ് ചാർജ്. ഇവിടെ ചാർജ് എത്രയുണ്ട്, 0. അപ്പൊ നമ്മൾ രണ്ടിടത്തും ചാർജ് ഈക്വലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിടത്തും എന്ത് ചെയ്യുക, ഒരേപോലത്തെ ചാർജ് ആക്കുക, എന്ന് വെച്ചാൽ 0 ആക്കുക. നമുക്ക് പോസിറ്റീവ് ചാർജ് കുറയ്ക്കാനേ പറ്റൂ. അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ 2 ഇലക്ട്രോൺസ് നമ്മൾ ഇപ്പുറത്ത് ആഡ് ചെയ്യുന്നു. അപ്പൊ എത്രയാ, 2 ഇലക്ട്രോൺ പ്ലസ് 2 പോസിറ്റീവ് ചാർജ്. ഓവറോൾ ഇവിടെ 0 ആയി, ഇവിടെ എത്രയാണ്, 0 ആണ്. ബിക്കോസ് അപ്പൊ നമുക്ക് പറയാം ദീസ് വൺ, അതായത് ഈ റിയാക്ഷൻ എന്താണ്, ദീസ് വാട്ട് യു കോൾ ബാലൻസ്ഡ് ആണെന്ന് പറയാം അല്ലെ. ഇനി ഈ ഇൻഡിവിജ്വലി ബാലൻസ്ഡ് ആയിട്ടുള്ള റിയാക്ഷൻസിനെ പരസ്പരം ആഡ് ചെയ്യണം. നമ്മൾ പറഞ്ഞു ആഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവിംഗ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫസ്റ്റ് റിയാക്ഷൻ ഒരു ഇലക്ട്രോൺ ആണ്, രണ്ടാമത്തെ റിയാക്ഷനിൽ 2 ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മള് ഫസ്റ്റ് റിയാക്ഷനെ ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവിടെ എത്രയാണ്, 2 ഇലക്ട്രോൺസ് പ്രോഡക്റ്റ് സൈഡിലുണ്ട്, ഇവിടെ 2 ഇലക്ട്രോൺസ് റിയാക്ടന്റ് സൈഡിലുണ്ട്. സോ അത് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കട്ടായി പോകും അല്ലെ, വേറൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2Fe2+ പ്ലസ് 2H+ പ്ലസ് ഇവിടെ എന്തുണ്ട്, H2O2 ഉണ്ട്, ഗീവിങ് നമ്മൾ പറയും ഇവിടെ എത്രയുണ്ട്, 2Fe3+ പ്ലസ് ഇവിടെ H2O പ്ലസ് H2O എത്രയാ വരിക, 2H2O. So this is what we call the balanced equation. ക്ലിയർ ആണോ, ഓക്കെ ആണോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അസിഡിക് മീഡിയത്തിൽ എന്ത് ചെയ്യുക, ഒരു റിയാക്ഷനെ ബാലൻസ് ചെയ്യുക. ഫൈൻ. ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാവും, അസിഡിക് മീഡിയത്തിൽ ഇങ്ങനെയാണ് ബാലൻസിങ് എന്നുണ്ടെങ്കിൽ ബേസിക് മീഡിയത്തിൽ നമ്മൾ എങ്ങനെ ബാലൻസ് ചെയ്യും എന്നുള്ളത്. നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് മീഡിയത്തിൽ നമുക്ക് എങ്ങനെ ഒരു റിയാക്ഷനെ ബാലൻസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അസിഡിക് മീഡിയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബേസിക് മീഡിയം വളരെ ഈസിയാണ്. അതായത് ആകെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം സെയിം ആണ്. നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും ബാലൻസ് ചെയ്യുമ്പോൾ അസിഡിക് മീഡിയത്തിൽ H+ വാട്ടറുമാണ് ആഡ് ചെയ്യുക എന്നുണ്ടെങ്കിൽ ബേസിക് മീഡിയത്തിൽ നമ്മൾ ആഡ് ചെയ്യുക OH- വാട്ടറുമാണ്. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഒറ്റ കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ.
ബാക്കി എല്ലാ കാര്യങ്ങളും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. അതായത് മീഡിയം മാറുമ്പോൾ വ്യത്യാസം വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓക്സിജൻ ഹൈഡ്രജൻ ബാലൻസിങ് വരുമ്പോൾ നമ്മൾ അസിഡിക് മീഡിയത്തിൽ H+ വാട്ടറും ആണെങ്കിൽ ബേസിക് മീഡിയത്തിൽ എത്രയാണ്? OH- വാട്ടറുമാണ്. നമുക്ക് നോക്കാം ഈ റിയാക്ഷൻ നമ്മൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുക എന്നുള്ളത്. ദ റിയാക്ഷൻ ഈസ് വാട്ട്? MnO4- എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? I- റിയാക്ട് ചെയ്യുന്നു. ആൻഡ് യു വിൽ ഗെറ്റ് വാട്ട്? ഈ പറഞ്ഞതുപോലെ MnO2 ഉണ്ടാവും. അതുപോലെ I- എന്തായിട്ട് മാറും? I2 ആയിട്ട് മാറും. അതാണ് റിയാക്ഷൻ. ഇനി നമ്മള് ആദ്യം എന്ത് ചെയ്യും? ഏതാണ് ഓക്സിഡേഷൻ, ഏതാണ് റിഡക്ഷൻ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ അഗൈൻ നമ്മൾ പറയും ഓക്സിജൻ -2 ആണ് അല്ലെ. മാംഗനീസ് അപ്പൊ എത്ര വരും? ദാറ്റ് ഈസ് -8. അതിൽ -1 പുറത്തുണ്ട്. സോ എത്രയാ വരിക? +7. ഓക്കെ. ആൻഡ് ഇവിടെ -1 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I- ചാർജ് തന്നെയാണ് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 ഓക്സിഡേഷൻ നമ്പർ. MnO2 എന്ന് പറയുമ്പോൾ ഓക്സിജൻ -2 -4. അപ്പോ മാംഗനീസ് എത്രയായിരിക്കും വരിക? +4. ആൻഡ് അയോഡിൻ ഇവിടെ എലമെന്റൽ സ്റ്റേറ്റ് ആയതുകൊണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 0. അങ്ങനെയാണെങ്കിൽ ഏതാണ് ഓക്സിഡേഷൻ, ഏതാണ് റിഡക്ഷൻ എന്ന് പറയാവൂ? ദാറ്റ് ഈസ് MnO4- എന്ന് പറയുന്നത് +7 നിന്ന് +4ലേക്ക് മാറി. ദിസ് ഇസ് വാട്ട് വി കോൾ എന്ത് പറയും നമ്മള്? റിഡക്ഷൻ. ആൻഡ് I- -1 നിന്ന് ഈ പറഞ്ഞ പോലെ 0യിലേക്ക് മാറി. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഓക്സിഡേഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇനി രണ്ടും സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അതായത് നമ്മൾ പറയും MnO4- എന്തായിട്ട് മാറുന്നു? MnO2 ആയിട്ട് മാറുന്നു. I- എന്നുള്ളത് എന്തായിട്ട് മാറുന്നു? I2 ആയിട്ട് മാറുന്നു. രണ്ടും ഇൻഡിവിജ്വലി ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാം? സോ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഓക്സിജനും ഹൈഡ്രജനും ഒഴിച്ച് ബാക്കിയുള്ള ആറ്റങ്ങളുടെ എണ്ണം ബാലൻസ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് റിയാക്ഷൻ എടുത്താൽ ഓക്സിജനും ഹൈഡ്രജനും ഒഴിച്ച് മിച്ചമുള്ളത് എന്താണ്? മാംഗനീസ് ആണ് അല്ലെ. അപ്പൊ മാംഗനീസിന്റെ എണ്ണം ഇവിടെ ബാലൻസ്ഡ് ആണ്. ഫൈൻ. ഇനി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഓക്സിജന്റെ എണ്ണം ബാലൻസ് ചെയ്യണം, ഹൈഡ്രജന്റെ എണ്ണം ബാലൻസ് ചെയ്യണം. ഇവിടെ OH- വാട്ടറുമാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഏറ്റവും എളുപ്പമുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടിടത്ത് നോക്കുക എവിടെയാണ് ഓക്സിജൻ കൂടുതലുള്ളത് എന്നുള്ളത്. എവിടെയാണോ ഓക്സിജൻ കൂടുതലുള്ളത് അവിടെ നിങ്ങൾ എത്ര കൂടുതലുണ്ടോ അത്രയും ഓക്സിജൻ കൂടി വീണ്ടും ആഡ് ചെയ്യാം. ക്ലിയർ? അതായത് എവിടെയാണോ ഓക്സിജൻ കൂടുതലുള്ളത്, ഇപ്പൊ നമുക്കറിയാം റിയാക്ടന്റ് സൈഡിലാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ 2 എണ്ണം. എത്രയാണോ ഓക്സിജൻ അവിടെ കൂടുതലുള്ളത് അത്രയും കൂടി എണ്ണം ഓക്സിജൻസ് വീണ്ടും അവിടെ തന്നെ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഓക്സിജൻ കൂടുതലുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 2 വാട്ടർ മോളിക്യൂള് ഇവിടെ ആദ്യം ആഡ് ചെയ്യും. ഇങ്ങനെയാണ് ഓക്സിജൻ എണ്ണം ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ. ബേസിക് മീഡിയം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എവിടെയാണോ ഓക്സിജൻ കൂടുതലുള്ളത് അവിടെ എന്ത് ചെയ്യുക? അത്രയും എണ്ണം വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്യുക. തീർന്നില്ല, അതിന്റെ ഇരട്ടി എണ്ണം OH- ഓപ്പോസിറ്റ് സൈഡിൽ ആഡ് ചെയ്യുക. അപ്പൊ നമുക്കറിയാം ഇവിടെ 2 വാട്ടർ ആഡ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര OH- നമ്മൾ ആഡ് ചെയ്യണം? 4 OH-. ഓക്കെ. ഇതൊരു ഇൻടാക്ട് റൂൾ അല്ല. കാരണം നമ്മൾ OH- വാട്ടറിന്റെയും നമ്പർ ആഡ് ചെയ്യുന്നത് ബൈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണ്. പക്ഷെ ഒരു 90% റിയാക്ഷൻസിന്റെ കേസിൽ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബാലൻസ്ഡ് ആവും. എന്നിട്ട് നിങ്ങൾ നോക്കുക ബാലൻസ്ഡ് ആണോ എന്നുള്ളത്. നോക്കിയാൽ ഇവിടെ 4 ഹൈഡ്രജൻ 4 ഹൈഡ്രജൻ, ഓക്സിജൻ 2 4 6, ഇവിടെ 4 2 6. സോ ഇത് ബാലൻസ്ഡ് ആണ് അല്ലെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ചാർജ് ബാലൻസ് ചെയ്യുക. എഗെയിൻ നമ്മൾ ചാർജ് ബാലൻസ് ചെയ്യാനായിട്ട് ചെയ്യുക കഴിഞ്ഞ പ്രാവശ്യം അതായത് ആസിഡ് മീഡിയത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ നമ്മൾ നോക്കും ഇവിടെ എത്രമാത്രം ചാർജ് ഉണ്ട്? 1 മൈനസ് ചാർജ്. ഇവിടെ എന്തുമാത്രം ചാർജ് ഉണ്ട്? 4 മൈനസ് ചാർജ്. അപ്പോ ഇവിടെ 3 മൈനസ് ചാർജ് കൂടുതലാണ്. നമ്മൾ എന്ത് ചെയ്യും? ഇവിടേക്ക് 3 ഇലക്ട്രോൺ കൂടി ആഡ് ചെയ്യും. അപ്പൊ ഇവിടെ 4 ആയി, ഇവിടെയും 4 ആയി. സോ ദ ചാർജ് ഈസ് ബാലൻസ്ഡ് അല്ലെ. ഇനി ഇതേപോലെ അപ്പൊ ഫസ്റ്റ് റിയാക്ഷൻ ഇവിടെ എന്താണ്? ഇപ്പോ ബാലൻസ്ഡ് ആണ്. ഇനി നമ്മൾ നെക്സ്റ്റ് റിയാക്ഷൻ ബാലൻസ് ചെയ്യാൻ നോക്കുകയാണ്. ഓക്സിജനും ഹൈഡ്രജനും ഒഴിച്ച് ബാക്കിയുള്ള ആറ്റങ്ങൾ അയോഡിൻ ആണ്. ഇവിടെ 2 അയോഡിൻ, ഇവിടെ 1 അയോഡിൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 2 ആഡ് ചെയ്യും. സോ അയോഡിന്റെ എണ്ണം ബാലൻസ്ഡ് ആയി. ഇവിടെ ഓക്സിജനും ഹൈഡ്രജനും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത്? ചാർജ് ബാലൻസ് ചെയ്യുക. അഗൈൻ ഇവിടെ 2 മൈനസ് ചാർജ്, ഇവിടെ ചാർജ് ഇല്ല 0. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വി ഹാവ് ടു ആഡ് 2 ഇലക്ട്രോൺ അല്ലെ. അപ്പോ ചാർജ് ബാലൻസ്ഡ് ആയി. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ individual balancing of this reaction.
ഇനി നമ്മൾ ചെയ്യുക ഈ രണ്ട് റിയാക്ഷൻസിനെ പരസ്പരം ആഡ് ചെയ്യണം. രണ്ട് റിയാക്ഷൻസിനെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സെയിം ആയിരിക്കണം. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് റിയാക്ഷനിൽ 3 ഇലക്ട്രോൺസും രണ്ടാമത്തെ റിയാക്ഷനിൽ 2 ഇലക്ട്രോൺസും ആണ്. സോ നമ്മൾ നമ്പർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇതിനെ ഒരു 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് പരസ്പരം ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോ ഇവിടെ ഒരു 6 ഇലക്ട്രോൺസ് ഉണ്ട്, ഇവിടെയും ഒരു 6 ഇലക്ട്രോൺസ് ഉണ്ട്. ദേ ഗെറ്റ് ക്യാൻസൽ. വേറൊന്നും ക്യാൻസൽ ചെയ്ത് പോവില്ല. സോ മിച്ചമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? 4H2O പ്ലസ് 2MnO4 മൈനസ് പ്ലസ് 3 into 2, that is 6I minus, giving 3I2 plus 2MnO2 plus 8OH minus എന്ന് വരും. ക്ലിയർ ആണോ? So this is what we call the balanced equation. അപ്പോ ബേസിക് മീഡിയത്തിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ബാലൻസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? OH മൈനസും വാട്ടറും യൂസ് ചെയ്യാം. അസിഡിക് മീഡിയത്തിൽ ബാലൻസ് ചെയ്യാനായിട്ട് എന്ത് യൂസ് ചെയ്യുക? ഈ പറഞ്ഞതുപോലെ H പ്ലസും വാട്ടറും യൂസ് ചെയ്യാം. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് എന്നുള്ളത്. ഓക്കെ അല്ലേ? എന്നുള്ളത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ്, റിഡോക്സ് റിയാക്ഷൻസ് എന്നുള്ളതാണ്. അത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം.